ഹായ് കൂട്ടുകാരെ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. കൂടെ എനിക്ക് സുഖമാണ് കേട്ടോ. അപ്പോൾ ഞാൻ കുറേ നാളത്തെ ഒരു ആഗ്രഹമായിരുന്നു എൻ്റെ ഒരു ഫാമിലിയെ കാണാൻ പോകണമെന്നുള്ളത്. അത് ഞാൻ ഒരു ട്രിപ്പിലൂടെ ഞാനത് സാധിച്ചെടുത്തു. ഒത്തിരി ആഗ്രഹമായിരുന്നു ഒരാളെ കാണാൻ പോകണമെന്ന്. അപ്പോൾ ഞാൻ എവിടെയാണ് പോകണേന്ന് നിങ്ങൾക്ക് ഞാൻ വഴിയേ കാണിച്ചു തരാം കേട്ടോ. ഇത് നമ്മൾ ട്രെയിനിലാണ്, നമ്മൾ അങ്ങോട്ടേ പോയിക്കൊണ്ടിരിക്കുകയാണ്. തൃശ്ശൂരാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ തൃശ്ശൂർ ഭാഗങ്ങളാണ് ഈ കാണുന്നത്. എല്ലാം എന്ത് രസമാണെന്ന് നോക്കിയേ അല്ലേ. ഞാൻ ട്രെയിനിൽ ഇങ്ങനെ കുറേ പേടിച്ച വീഡിയോസൊക്കെ എടുത്തു. എനിക്ക് ഭയങ്കര പേടിയാണ് ട്രെയിനിൽ വീഡിയോസ് എടുക്കാൻ. അപ്പോൾ ഞങ്ങൾ അവിടെ തൃശ്ശൂർ സ്റ്റേഷനിൽ വന്ന് ഇറങ്ങി കേട്ടോ. ഇത് നമ്മൾ എങ്ങോട്ട് തൃശ്ശൂർ വന്നിറങ്ങി അവരെ കോൺടാക്ട് ചെയ്ത് ഒരു വഴിയൊക്കെ പറഞ്ഞു തന്നു. എനിക്ക് കുറേ നാളത്തെ ആഗ്രഹമായിരുന്നു നമ്മുടെ എന്താ പറയുക തൃശ്ശൂർ പൂരം അമ്പലമോ എനിക്കറിയില്ല, ആ അമ്പലം കാണണമെന്നുള്ളത് ഞാൻ കണ്ടു. ഞാൻ ടി വിയിലൊക്കെ കണ്ടിട്ടുള്ളൂ. എനിക്ക് ഒത്തിരി സന്തോഷം അത് കണ്ടപ്പോൾ. ഞാൻ 2-3 പ്രാവശ്യം തൃശ്ശൂർ വന്നിട്ടുണ്ടെങ്കിൽ അതൊന്നും എനിക്ക് കാണാൻ പറ്റിയിട്ടില്ല. ഒത്തിരി സന്തോഷമായി. അവരുടെ വീടിനടുത്ത് എത്താറായി. നമുക്ക് അടുത്ത സ്റ്റോപ്പാണ്. അപ്പോൾ നമ്മൾ ഭയങ്കര കട്ട വെയിറ്റിംഗ് ആണ് അവിടെ എത്തിപ്പെടാനും എൻ്റെ ഫാമിലിയെ നേരിട്ട് കാണാനും കുറച്ച് നേരം അവരോട് സമയം സ്പെൻഡ് ചെയ്യാനൊക്കെ ഒത്തിരി മിസ് ചെയ്തു. അപ്പോൾ നമ്മളുടെ സ്റ്റോപ്പ് എത്തിയിട്ടോ. നമ്മളൊന്ന് ഇറങ്ങുകയാണ്. അവിടെ ചെന്നിട്ട് ബാക്കി കാണിച്ചു തരാം. പൊടിമോളെ ഇങ്ങോട്ടൊരു പാലം ഇടുമ്പോ അങ്ങോട്ടേക്കും പാലം വേണ്ടേ? ഞങ്ങളുണ്ടല്ലോ. കണ്ട ഞാൻ കാത്തിരുന്ന എൻ്റെ പൊടിമോളുടെ വീട് കുറേ ആഗ്രഹിച്ച് വരണോ. പൊടിമോളെ വലതുകാലം വെച്ച് കയറണോ ഇടതുകാലം വെച്ച് കയറണോ? ഡിങ്കോ അയ്യോ ഐസ്ക്രീം വാങ്ങാൻ മറന്നുപോയല്ലോ. അവിടുന്ന് വരുന്ന രീതിയിൽ അങ്ങനെ ചെരുപ്പിടുണ്ട്. അപ്പൊ എവിടേക്ക് പോയിണ്ടായിരുന്നേ? ചേട്ടൻ ഇവർക്കെന്താ വേണ്ടോ? ആരും ഒന്നും അത് കൊടുക്കില്ലേ മണക്കും. ഞാൻ വെറുതെ ഇങ്ങോട്ട് അടുത്ത സ്റ്റോപ്പ് ഇങ്ങോട്ട് കണ്ടു. ചേട്ടൻ വൈകിട്ട് മീനെ പോണതല്ലേ? പോണ്ടല്ലോ ഇപ്പൊ നമ്മുടെ ചേച്ചി തൊട്ടടുത്ത വീടാണ് ചേച്ചി. ഞാൻ ലൈവില് കൊല്ലംകാരൻ. അത് നമ്മ വീട് നമ്മള് വീഡിയോ എടുക്കണം. നമ്മള് വീഡിയോ കണ്ട ഇരുട്ടായാലേ എന്റെ അമ്മയുടെ അച്ഛൻ ഞങ്ങൾ പത്തനംതിട്ട വീട് ഇതിനും ചെറുതായിരുന്നു. കുഞ്ഞിലേ തൊട്ട് ഞങ്ങള് ചുമ്മാറായിട്ട് മാത്രം ഇതേ റിലേഷൻ വന്നു. മൂന്നല്ല, പക്ഷെ ഞങ്ങൾക്ക് റിലേഷൻ ഉണ്ട്. എന്റെ ഭാര്യയായിട്ട് ചെറിയൊരു ബന്ധം. വരുന്ന മാർച്ച് 3 എന്റെ പേര് രഞ്ജിത്ത്. അത് ഉള്ള മാളു ആദ്യം മാളു അവളെ നീതു കൊല്ലംകാരൻ ചേട്ടൻ. അപ്പൊ ആയിക്കോട്ടെ, ആവില്ലോ ഇനി ആവില്ലോ. അപ്പൊ നമ്മുടെ വീട്ടിലേക്ക് ആദ്യമായിട്ടല്ലേ ഇപ്പൊ 4-ാമത്തെ ഫാമിലിയാണ് വരുന്നത്. അപ്പൊ അതിന്റെ ഫ്രിഡ്ജ് ഒന്നല്ല. അപ്പൊ ഓരോരുത്തര് വരുമ്പോ നമുക്ക് സന്തോഷം. കാരണം നമുക്ക് പ്രത്യേകിച്ച് ഒരു പോവാല്ലേ, നമ്മളാരും വിളിക്കാറുണ്ട്. നമ്മളൊക്കെ കാണും. അതെ, ബജി കുറച്ച് കഴിഞ്ഞാൽ ഉണ്ടാക്കണോ. ഞങ്ങളുടെ അവിടെ കടകൾ ബജി കടകളൊക്കെ ഉണ്ട്.
അത് മറ്റേ മാങ്ങല്ലേ നമ്മുടെ അങ്ങനെ ഞങ്ങൾ വർത്തമാനമൊക്കെ പറഞ്ഞ് ആ കുറച്ച് സമയം ഞങ്ങളെല്ലാം മറന്ന് ഭയങ്കര എൻജോയ് ആയിട്ട് സത്യം പറഞ്ഞാൽ എനിക്ക് ഒത്തിരി സന്തോഷമായി. എന്താ പറയുക, ഒരുപാട് നാളത്തെ ശേഷം അതുപോലെ ചിരിക്കണതും സന്തോഷിക്കണതും എല്ലാം അതിനൊരു ബിഗ് താങ്ക്സ് എൻ്റെ ഫാമിലിയോട് തന്നെ പറയണം. എൻ്റെ പൊടിമോള് പറഞ്ഞാൽ അവൾ എല്ലാവരോടും തമാശയാണ്. കാരണം നമുക്കൊരു വിഷമം വന്നിരുന്നാൽ അവളുടെ ഒരു കോമഡി കേട്ടാൽ നമ്മളെല്ലാം മറന്ന് ചിരിച്ചു പോകും. പിന്നെ ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ നമ്മളെല്ലാവരും ഓരോ ദിക്കിൽ കിടക്കുന്നവരാണ്. ഈ ഒരു യൂട്യൂബ് ചാനലിലൂടെ എല്ലാവരും ഓരോ ദിക്കിൽ നിന്ന് ഒന്നാകുമ്പോൾ ഒരു സന്തോഷം വളരെ വലുതാണ്. കാരണം നമുക്കാരും ഇല്ല എന്ന് ചിന്തിച്ചൊരു നിമിഷം നമ്മളെ തേടി കടൽ കടന്ന് വരെ ആൾക്കാർ വരുന്നെന്ന് കേട്ടിട്ടുണ്ട്. പക്ഷേ ഇതൊക്കെ സത്യമാകുമ്പോഴുള്ളൊരു സന്തോഷം അത് വലുത് തന്നെ. സത്യം പറഞ്ഞറിയിക്കാൻ പറ്റുന്ന സന്തോഷം അത് അവരുടെ മുഖത്തും ഉണ്ടായിരുന്നു, വന്ന ഞങ്ങളുടെ മുഖത്തും ഉണ്ടായിരുന്നു. ഒരുപാട് ആഗ്രഹിച്ചാണ് എൻ്റെ ഫാമിലിയെ കാണാൻ വരണമെന്നും എൻ്റെ പൊടിമോളെ കാണണമെന്നും ഏട്ടനെയും ചേച്ചീൻ്റെയും മോനെ കാണണമെന്ന്. അത് ഇത്ര പെട്ടെന്ന് നടക്കുമെന്ന് ഞാൻ വിചാരിച്ചതേ ഇല്ല. ഞങ്ങൾ ചിരിച്ച് ചിരിച്ച് ഒരു രക്ഷ ഉണ്ടായിരുന്നില്ല കേട്ടോ. കാരണം ചേട്ടൻ പൈപ്പിൻ്റെ പൈപ്പ് ഒരു വാട്ടർ ടാങ്ക് മുകളിൽ വാട്ടർ ടാങ്ക് ഉണ്ട്, അതിൻ്റെ പൈപ്പിനകത്ത് നിൽക്കണത്. അവിടെ ഫോട്ടോ എടുക്കാൻ എല്ലാവരും വിളിക്കുകയാണ്. പറ്റില്ലാണ്ടായി, അത്രയ്ക്ക് കോമഡി ആയിരുന്നു ചേട്ടൻ. പിന്നെ ഞങ്ങൾ അവിടുന്ന് ഫോട്ടോസൊക്കെ എടുത്ത് പോകാനായിട്ട് പിന്നെ ഇറങ്ങി. പിന്നെ നമ്മുടെ പൊടിമോളുടെ ചിരിയും വർത്താനം കേട്ട് കുറച്ച് നേരം കൊണ്ട് അവിടെ ഇരുന്നു കേട്ടോ. പോകാൻ ഒട്ടും മനസ്സുണ്ടായിരുന്നില്ല. കാരണം നമുക്ക് പോകേണ്ട അത്യാവശ്യം ഉണ്ടായിരുന്നു, നമുക്ക് പോയേ പറ്റും. അല്ലെങ്കിൽ സത്യമായിട്ട് ഞാൻ അവിടെ നിന്നാൽ എനിക്ക് പോകാൻ ഒട്ടും മനസ്സുണ്ടായിരുന്നില്ല. പിന്നെ ഇടയ്ക്ക് പൊടിമോൾ ചേച്ചി എനിക്കൊരു കാര്യം പറയാനുണ്ട് ചേച്ചി എന്ന് പറഞ്ഞ് എന്നെ പതുക്കെ നൈസായിട്ട് അങ്ങ് വിളിച്ചുകൊണ്ട് വേറെ ഒന്നും അല്ല കേട്ടോ. കാരണം എൻ്റെ കൊച്ചിൻ്റെ ബർത്ത്ഡേ ആണ് മാർച്ച് 22 എല്ലാവരും വിഷ് ചെയ്യണം കേട്ടോ. എൻ്റെ കൊച്ചിനെ അവളുടെ ചാനലിൽ പോയി എല്ലാവരും കമൻറ്റിൽ പോയി വിഷ് ചെയ്യണം, മറക്കരുത്, ആരും മറക്കരുത്. കാരണം എൻ്റെ പൊടിമോൾ ആഗ്രഹിച്ച് പറഞ്ഞു ചേച്ചി പെണ്ണേ എൻ്റെ ബർത്ത്ഡേ ആണ്, എന്നെ വിഷ് ചെയ്യണം കേട്ടോ. തലേദിവസം വിളിച്ചു. എന്നിട്ട് അവൾ പറയണേ ഞാനൊരു ബർത്ത്ഡേയുടെ തലേദിവസം വിളിച്ച് പറയാം എൻ്റെ ബർത്ത്ഡേ ആണ്. കുഞ്ഞു കൊച്ചല്ല, അവളുടെ മനസ്സിലൊന്നുമില്ല. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അവളെ. അപ്പോൾ ചേട്ടനോടൊന്ന് പറയുന്നുണ്ട് ചേച്ചിക്ക് 2 കുഞ്ഞുമാമകളും ഉണ്ടെന്ന്. അങ്ങനെയൊന്നുമില്ല, എൻ്റെ കുഞ്ഞുമാമാരെ കാണുന്നത് തന്നെ എനിക്കിപ്പോൾ എൻ്റെ പൊടിമോളും. കാരണം എന്നെ കണ്ട 2 കുഞ്ഞുങ്ങളുണ്ടെന്ന് പറയില്ലെങ്കിലും ഞാനൊരു അമ്മ തന്നെയാണ് കേട്ടോ 2 കുഞ്ഞാവന്മാരുടെ. അപ്പോൾ എനിക്കും എൻ്റെ മക്കളെപ്പോലെ തന്നെയാണ് എൻ്റെ പൊടിമോൾ, എൻ്റെ ചേച്ചി. ഇപ്പോൾ എൻ്റെ ചേട്ടനാണെങ്കിലും എൻ്റെ സ്വന്തം ഒരു ഏട്ടനെപ്പോലെ തന്നെയാണ്. അപ്പോൾ എനിക്ക് ഒത്തിരി മിസ് ചെയ്തു എൻ്റെ ഫാമിലി. ഐ ലവ് യു, മിസ് യു മൈ ഫാമിലി എല്ലാവർക്കും. അപ്പം ഞങ്ങൾ പോകാനായിട്ട് യാത്രയൊക്കെ പറയുകയാണ്. ചേട്ടനോടൊന്ന് കോമഡി പിന്നെ അടിക്കണം. എനിക്ക് എന്നെ കണ്ടാലറിയാം ഒന്നും മനസ്സിലാവാതെ പോസ്റ്റ് അടിച്ചിരിക്കുന്ന ഒരു മുഖം. എന്താണ് അവിടെ നടക്കണതെന്ന് എനിക്കൊന്നും മനസ്സിലാവില്ല. പോണോ വേണ്ടയോ ലാസ്റ്റ് ചേട്ടൻ പറയും വാ കൊണ്ടുവിടാം. പിന്നെ ഞങ്ങൾ യാത്രയൊക്കെ പറഞ്ഞ് അവിടെ നിന്ന് ഇറങ്ങി കേട്ടോ. ഒരുപാട് സങ്കടം ഉണ്ടായിരുന്നു. പിന്നെ ചേച്ചി റോഡിൽ വന്നിട്ട് ഞങ്ങൾ നോക്കി നിൽക്കാൻ പോകണത്. ചേച്ചി പൊടിമോളി ഞങ്ങളിവിടെ കൊണ്ടാക്കാൻ വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ചേച്ചി ടാറ്റയൊക്കെ പറഞ്ഞു, ഞങ്ങളും ടാറ്റയൊക്കെ വന്നു. ഞങ്ങൾ വരാമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെയാണ് അവിടെ നിന്ന് ഇറങ്ങിയത്. പിന്നെ പൊടിമോളും ചേട്ടനും ഞങ്ങൾ ബസ് സ്റ്റോപ്പിൽ കൊണ്ടാക്കാനായിട്ട് പോയി. പിന്നെ ഞങ്ങൾ ബസ് കയറി അവിടുന്ന് അങ്ങനെ ഞങ്ങൾ ഞങ്ങളുടെ നാട്ടിലേക്ക് കൊല്ലം, തൃശ്ശൂർ, പെരുമ്പാവൂർ അങ്ങനെ യാത്രയായിട്ടോ. പിന്നെ ഇനിയും വരും എൻ്റെ ഫാമിലിയെ കാണാനായിട്ട്. പിന്നെ ഇതെല്ലാം അവിടുത്തെ റൂട്ടാണ്. പിന്നെ കുറേ ആഗ്രഹിച്ചൊരു സ്ഥലമുണ്ട്, ഞാൻ ഒരുപാട് ആഗ്രഹിച്ചിട്ടുണ്ട്. മറ്റേ തൃശ്ശൂർ പൂരം അമ്പലം, എനിക്ക് അങ്ങനെ പറയാൻ എനിക്ക് പേരറിയത്തില്ല കേട്ടോ അമ്പലത്തിൻ്റെ. ഒരുപാട് ആഗ്രഹിച്ചൊരു സ്ഥലമാണ് അത് കാണണമെന്ന് അമ്പലം. എനിക്ക് ഒത്തിരി സന്തോഷമായി, ഞാനത് കണ്ടു, നേരിട്ട് ഞാനത് കണ്ടു. ദേണ്ടേ അയ്യോ എൻ്റെ പൊന്നേ എന്ത് രസമല്ലേ. ഞാൻ ടി വിയിലും ന്യൂസിലും പിന്നെ ഈ യൂട്യൂബിൽ വീഡിയോസിലൊക്കെ ഞാനത് കണ്ടിട്ടുള്ളൂ. ഒത്തിരി സന്തോഷമായി. ഇനി ഞാൻ ഇങ്ങോട്ട് വരും. അപ്പോൾ ഇത്രയുള്ള വീഡിയോ എല്ലാവർക്കും ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.